ലോകത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ചൈനയിൽ നിന്നുമുള്ള ചൈന സെയിൻസ് ഓർ മോങ്സ് ഏതാണ്ട് BC കാലങ്ങൾക്ക് മുമ്പേ തന്നെ ഇന്ത്യയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഹുവാൻസാങ്ങും ഫാഹിയാനും എന്നൊക്കെ പറയുന്ന വളരെ പേരുകേട്ട ബുദ്ധിസ്റ്റ് മോങ്സും പലവരും ഇന്ത്യയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അവർ സഞ്ചരിച്ച് പോകുമ്പോൾ അവർ ഇതുവഴി നടന്ന് ശ്രീലങ്ക വരെ പോയതായിട്ടാണ് ചരിത്രം വായിക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ പോകുമ്പോഴെല്ലാം അവർ മനസ്സിലാക്കിയതും എല്ലാമായ ഒരുപാട് സംസ്കാരം നമുക്ക് നൽകിയിട്ടാണ് പോയത്. നമ്മൾ ഒരിക്കലും അതിനെ തള്ളാൻ പാടില്ലാത്ത സംസ്കാരം കുബേര ജയന്തി എന്ന് പറയുന്നത്. നമ്മൾ ഏതെല്ലാം ജാതിയും ഏതെല്ലാം മതത്തെ വിശ്വസിച്ചാലും നമുക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല കുബേരം എന്ന് പറയുന്ന ഒരു പ്രത്യേകത. കുബേര ജയന്തിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഹോമം നടന്നതായും അതുപോലെ പൂജ നടന്നതായും പൊങ്കാല നടന്നതായും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. എൻ്റെ വീട്ടിലും വച്ചിട്ടുണ്ട് ഐശ്വര്യം കൊണ്ടുദാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ ഐശ്വര്യങ്ങൾക്കെല്ലാം അത് ഒരു പങ്ക് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. നമ്മൾ ജീവിതത്തിൽ എന്തിനെങ്കിലുമൊക്കെ പേടിക്കണം, എന്നാൽ മാത്രമേ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. അച്ഛനെയോ അമ്മയോ ദൈവങ്ങളെയോ, ചിലപ്പോ പാമ്പിനെ പേടിക്കുമ്പോൾ പാമ്പ് ഒരു ദൈവത്തുമായി നമ്മൾ അതിനെ പൂജിക്കാറുണ്ട്. എല്ലാ മതങ്ങളും എന്തിനെങ്കിലും പേടിക്കുകയും അതിനെ പൂജിക്കുകയും എന്തെങ്കിലും വിശ്വാസങ്ങൾ നമുക്ക് ഉണ്ടാവുകയും വേണം. ഞാനൊരു വിശ്വാസിയാണ്, പറയുന്നതൊരു മടിയില്ല. അന്ധവിശ്വാസമല്ല, വിശ്വാസം അതെനിക്കുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വിശ്വാസങ്ങളെയും ഒന്നിനെയും അവഗണിക്കാതെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാനും മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം യുഗങ്ങൾ താണ്ടി വന്ന് ഇന്നിപ്പോ കലിയുഗത്തിൽ നിൽക്കുകയാണ്. യുഗങ്ങൾ 4 നല്ലതല്ലോ കലിയുഗം എന്നാണ് ചരിത്രം പറഞ്ഞിട്ടുള്ളത്. ആ യുഗത്തിൽ ജപങ്ങളുടെ യുഗമായ കലിയുഗത്തിൽ നമ്മൾ ഇന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തിരസ്കരിക്കാതെ ഉൾക്കൊള്ളേണ്ട ഒരു ശക്തിയായി കുബേര ദിനത്തെയും കുബേര ജയന്തിയെയും ഞാൻ കാണുന്നു. എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടുത്തെ അന്തരീക്ഷവും ഇവിടുത്തെ എല്ലാവരെയും കണ്ടപ്പോൾ വളരെയധികം സന്തോഷമാണ് എനിക്ക് തോന്നിയത്. ശ്രീ ഷാജിയോട് ശ്രീ ജിത്ത് പേപ്പർബോർഡിനോടും വളരെയധികം നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടെ ഞാൻ നിർത്തുന്നു. എനിക്ക് തിരിച്ചു പോകണം, എല്ലാവരുടെയും അനുവാദം വേണം, എപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദിയുണ്ട്. ഇത്രയും തിരക്കിനിടയിൽ ഇവിടെ വന്ന് നമ്മളോട് അല്പം സംസാരിക്കുവാനും ഒക്കെ കാണിച്ചിട്ടുള്ള സന്മനസ്സിന് വളരെ വളരെ നന്ദിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് 30 വർഷത്തേക്ക് മുമ്പ് ഞങ്ങൾ തമ്മിൽ പരിചയമുള്ളത് ആണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജനാർദ്ദൻ സാറും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുജനുണ്ട്. ഇവർ 3 പേരും കൂടെ ഒരു വീഡിയോ ലൈബ്രറി ഉണ്ട്, അവിടെ വരും. അവിടെ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. എല്ലാവർക്കും അശ്വതി വീഡിയോസ് അമ്പലമുക്കാണ് അശ്വതി വീഡിയോസ് വെച്ച് വരും. ഇടയ്ക്ക് മിക്ക ദിവസവും രണ്ടുപേരും വരും. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ നല്ല പരിചയക്കാരാണ്. പക്ഷേ ഇദ്ദേഹം വലിയ സിനിമാ നടനായതിനു ശേഷം ഞാൻ വിളിച്ച് ശരീരിക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ജിത്ത് പറഞ്ഞത് ജിത്ത് വിളിച്ച് പറയാം, അങ്ങനെ പറഞ്ഞപ്പോൾ കുട്ടിക്ക് അത് ഓർമ്മ വന്നത്. എന്തുകൊണ്ട് വളരെ വളരെ നന്ദിയുണ്ട്, സന്തോഷം.